ഹലോ, ഇന്ന് നമുക്ക് മഴത്തുള്ളിയും വൃക്ഷവും തമ്മിലുള്ള ഒരു സംഭാഷണം കേൾക്കാം. ഇവിടെ ഒരു മഴത്തുള്ളിയും വൃക്ഷവും തമ്മിലുള്ള സംഭാഷണം മലയാളത്തിലും ഹിന്ദിയിലും കേൾക്കാം. മഴത്തുള്ളി ബാരിഷ് കി ബൂന്ത്. ബാരിഷ് കി ബൂന്ത് എന്ന് പറഞ്ഞാൽ മഴത്തുള്ളി. ബാരിഷ് എന്ന് പറഞ്ഞാൽ മഴ. ബർസാത്ത് എന്നും പറയാം. ബർസാത്ത് എന്ന് പറഞ്ഞാലും ബാരിഷ് എന്ന് പറഞ്ഞാലും മഴ തന്നെയാണ്. ബൂന്ത് എന്ന് പറഞ്ഞാൽ തുള്ളി. അപ്പം മഴത്തുള്ളിക്ക് പറയാ ബാരിഷ് കി ബൂന്ത്. ഇത് ഈ സംസാരം കുറച്ച് റൊമാൻറ്റിക് ആണ് കേട്ടോ. ഈ മഴയെ കാത്തിരിക്കുന്ന മരം കുറെ നാൾ കാണാതിരിക്കുമ്പോഴുള്ള പരിഭവം പറച്ചിലാണ് ഇതിലൂടെ. യഹാ ഏക് ബാരിഷ് കി ബൂന്ത് ഔർ പേട് കെ ബീച്ച് കി വാർത്താലാപ് സുനേങ്കി. വാർത്താലാപ് എന്ന് പറഞ്ഞാൽ സംഭാഷണം. മലയാളം ഓർ ഹിന്ദിമേ. മലയാളത്തിലും ഹിന്ദിയിലും. മലയാളം ഔറാണ്, ഒരു ഡണ്ട വിട്ടു പോയത്. പേട് എന്ന് പറഞ്ഞാൽ വൃക്ഷം. ഇവിടെ ഒരു മഴത്തുള്ളിയും ഒരു വൃക്ഷവും തമ്മിലുള്ള സംഭാഷണം കേൾക്കാം മലയാളത്തിലും ഹിന്ദിയിലും. പേട് എന്ന് പറഞ്ഞാൽ വൃക്ഷമാണ്. മരം മഴത്തുള്ളിയോട് പറയാണ്, ഹലോ കൂട്ടുകാര നീ എത്തിയോ. ഹലോ കൂട്ടുകാര നീ എത്തിയോ. പേട് ബാരിഷ് കി ബൂന്ത് സെ ഹലോ ദോസ്ത് തും പहुंच गया. ദോസ്ത് എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ കേട്ടോ. കൂട്ടുകാരനോ കൂട്ടുകാരിയോ ഒക്കെ ആവാം. ഹലോ കൂട്ടുകാര നീ എത്തിയോ. पहुंच गया എന്ന് പറഞ്ഞാൽ എത്തിയോ. നീ തും पहुंच गया, നീ എത്തിയോ. അപ്പം കുറെ കാലത്തിന് ശേഷമൊക്കെയാണല്ലോ മഴ വരെ ഒരു ഇന്റർവെല്ലൊക്കെ എടുത്തിട്ട്. അപ്പം കാത്തിരിക്കുകയായിരിക്കും മരങ്ങളൊക്കെ ഒന്ന് നനയാൻ വേണ്ടിയിട്ട്. മഴത്തുള്ളികളുടെ ഒരു തണുപ്പൊക്കെ അനുഭവിക്കാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ എന്ന സമയത്ത് മഴ വരുമ്പോഴുള്ള ഒരു സംഭാഷണമാണ്. വളരെ സന്തോഷമായി. ബഹോത്ത് ഖുശ്വ. ബഹോത്ത് ഖുശ്വ. ഖുശ്വ എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ്. ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പം ഉണങ്ങിയിരിക്കുന്ന ഒരാളുടെ അടുത്തേക്ക് ഒരു മഴത്തുള്ളി വീഴുമ്പോഴുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ, അതാണ്. വളരെ സന്തോഷമായി. ബഹോത്ത് ഖുശ്വ. വളരെ സന്തോഷമായി. എത്ര നാളായി ഞാൻ നിന്നെ കാത്തിരിക്കുന്നു. കിത്തന ദിനോസെ മേ തുമാര ഇന്തസാർ കർ രഹാ ഹും. കുറെ നാളായിട്ട് വെയിറ്റ് ചെയ്യായിരിക്കും. ഇപ്പം നമുക്കറിയാലോ, ഉഷ്ണകാലത്തൊക്കെ ഒരുപാട് നമ്മളെ ഇരിപ്പിച്ചതിന് ശേഷമേ മഴ വരാറുള്ളൂ. കിത്തന ദിനോസെ, എത്ര നാളായി. മേ തുമാര ഇന്തസാർ കർ, ഞാൻ നിന്നെ കാത്തിരിക്കുന്നു. നീ ഇത്രയും വൈകരുതായിരുന്നു. തും ഇത്തന ലേറ്റ് നെഹി കർനാ ഥാ. ഇത്രയും വൈകരുതായിരുന്നു, അങ്ങനെ കുറച്ചുകൂടെ മുന്നേ വരണമായിരുന്നു. തും ഇത്തന ലേറ്റ് നെഹി കർനാ ഥാ. കുറച്ചും കൂടി സമയം എടുത്തിട്ട് പെട്ടെന്ന് വരണമായിരുന്നു എന്നാ പറയുന്നത്. അല്ലെങ്കിൽ ചൂട് കൊണ്ട് ഇവർക്ക് സഹിച്ചു നിൽക്കാൻ പറ്റില്ല. വൃക്ഷങ്ങൾക്കൊക്കെ തന്നെയാണെങ്കിൽ എത്ര പിടിച്ചു നിന്നാലും അവസാനം ഇലയൊക്കെ വാടാൻ തുടങ്ങും അല്ലേ. തുമിത്തന ലേറ്റിനി കർണാത്ത, നീ ഇത്രയ്ക്കും വൈകാൻ പാടില്ലായിരുന്നു, വൈകരുതായിരുന്നു. നീ വന്നപ്പോൾ എന്തൊരാശ്വാസം. തു ആനേസെ കിത്തന രാഹത്തെ. രാഹത്ത് എന്ന് പറഞ്ഞാൽ ആശ്വാസം. നീ വന്നപ്പോൾ. തു ആനേസെ അല്ലെങ്കിൽ ജബ് തും ആയ, അങ്ങനെയും പറയട്ടോ. തു ആനേസെ എന്നും പറയാ, ജബ് തും ആയ, നീ എപ്പോ വന്നോ അപ്പം എന്നുള്ളത്. നീ വന്നപ്പോൾ എന്തൊരാശ്വാസം. തു ആനേസെ കിത്തന രാഹത്ത് ഹെ. നീ വന്നപ്പോൾ എന്തൊരു സമാധാനമായി, എന്തൊരു ആശ്വാസമായി. ഉണങ്ങി വരണ്ട് കിടക്കുന്ന സമയത്ത് ഒരു മഴത്തുള്ളി വീണാലുള്ള ആശ്വാസം നമുക്കൊക്കെ അറിയാം അല്ലേ. അതനുഭവപ്പെടാത്തവരാരും ഉണ്ടാവില്ല. നീ എപ്പോഴും കൂടെയുണ്ടായിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോകുന്നു. മൻ കർത്താ ഹെ തോ ഹമേശ മേരെ സാത്ത് ഹി ഹോ. മൻ കർത്താ ഹെ എന്നാൽ മനസ്സിൽ ആശ തോന്നുന്നു, മനസ്സ് വരുന്നു. തും നീ, ഹമേശ, ഹമേശ എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും. മേരെ സാത്ത് ഹി ഹോ, എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കണമേ എന്ന്. ഉണ്ടായിരുന്നെങ്കിൽ എന്ന്, നീ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് മനസ്സ് കൊതിച്ചു പോകുന്നു. ഇവിടെ എൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. ഇധർ മേരാ സ്ഥിതി ബഹോത് ഖരാബ് ഥാ. ബഹോത് ഖരാബ് എന്ന് പറഞ്ഞാൽ വളരെ മോശം. ഇധർ ഇവിടെ, മേര എൻ്റെ, സ്ഥിതി അവസ്ഥ. ബഹോത് ഖരാബ് ഥാ വളരെ മോശമായിരുന്നു. അപ്പം മഴയില്ലാത്തപ്പം ചെടികളുടെ വൃക്ഷങ്ങളുടെ ഒക്കെ അവസ്ഥ വളരെ മോശമായിരിക്കും അല്ലേ. നമുക്ക് തണലേകാനുള്ളവരാണ് മരങ്ങൾ. അതിന് തന്നെ വെള്ളം കിട്ടാതിരിക്കുമ്പോൾ അതിന് നമ്മളെ രക്ഷിക്കാനാവില്ല. ഇഷ്ടംപോലെ പൂക്കളും കായ്ക്കളും ഒന്നും തരാൻ പറ്റില്ല. അപ്പം അവരുടെ അവസ്ഥ ഒരു വല്ലാത്തൊരു മോശം സ്ഥിതിയിലായിരിക്കും. നീ ഇല്ലാത്ത ജീവിതം വളരെ ദുഷ്കരമാണ്. തുമാരെ ബിന ജീവിത് രഹന ബഹോത് മുഷ്കില്. നീ ഇല്ലാതെ തുമാരെ ബിന ജീവിത് രഹന, ജീവിച്ചിരിക്കല്
ബഹുത്ത് മുഷ്കിൽ വളരെ കഷ്ടകരമാണ്. മുഷ്കിൽ എന്ന് പറഞ്ഞാൽ കഷ്ടം, കഷ്ടപ്പാട്, ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ. തുമാരെ ബിന ജീവിത് രഹന ബഹുത്ത് മുഷ്കിൽ, നീ ഇല്ലാതെ ജീവിച്ചിരിക്കുന്നത് ഭയങ്കര കഷ്ടമാണ്, വളരെ ബുദ്ധിമുട്ടുള്ളതാണ്, കഠിനമാണ്, അങ്ങനെയൊക്കെ അതിൻ്റെ അർത്ഥം. നീ എത്താൻ കുറച്ചുകൂടെ വൈകിയിരുന്നെങ്കിൽ ഞാൻ നശിച്ചു പോകുമായിരുന്നു. തും പहुंचने में थोड़ा और देर होने से मैं मर जाना था. തും पहुंचने में നീ എത്താൻ, थोड़ा और കുറച്ചുകൂടെ, देर होने से വൈകിയിരുന്നെങ്കിൽ, देर होने എന്ന് പറഞ്ഞാൽ വൈകിയിരിക്കുക, വൈകുക, देर होने से मैं मर जाना था ഞാൻ മരിച്ചു പോയിരുന്നു, ഞാൻ ചത്തുപോയിരുന്നു, നീ ഇല്ലാതെ എനിക്ക് ജീവിച്ചിരിക്കാൻ പറ്റില്ല. ഒബിയസ്ലി വെള്ളമില്ലാതെ ആർക്കും ജീവിക്കാൻ പറ്റില്ല, സസ്യങ്ങൾക്ക് പോലും ജീവിച്ചിരിക്കാൻ പറ്റില്ല. ദേറോന എന്ന് പറഞ്ഞാൽ വൈകുക. അതുകൊണ്ടല്ലേ ഞാൻ ഓടിയെത്തത്. അപ്പം മഴത്തുള്ളി പറയാണ്, അതുകൊണ്ടല്ലേ ഞാൻ ഓടി എത്തിയത്. നീ മരിച്ചു പോകുന്നുള്ള അറിവ് എനിക്കുണ്ടായിരുന്നു, അതുകൊണ്ട് നിന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങ് ഓടിയെത്തിയത്. ഇസ്ലിയെ തോ മേ ബാക്കർ ആകയ, ഇസ്ലിയെ അതുകൊണ്ട്, ഇസ്ലിയെ തോ അതുകൊണ്ടാണ്, മേ ഞാൻ, ബാക്കർ ആകയ ഓടിയെത്തിയത്. ബാക്കർ എന്ന് പറഞ്ഞാൽ ഓടിയെത്തുക, ഭാഗ്ന എന്ന് പറഞ്ഞാൽ ഓടുക. നിന്റെ ദുഃഖം എനിക്ക് മനസ്സിലാവും, തുമാര ദുഃഖ് മേ സമസ്താഹും, നിന്റെ ദുഃഖം എനിക്ക് മനസ്സിലാവും, തുമാര ദുഃഖ് മേ സമസ്താഹും, തുമാര ദുഃഖ് മേ സമസ്താഹും, നിന്റെ ദുഃഖം എനിക്ക് മനസ്സിലാവും. അപ്പം ഇത് നമ്മൾ മനുഷ്യരാണെങ്കിലും ഇങ്ങനെയൊക്കെ പറയല്ലേ, നമുക്ക് വേണ്ടപ്പെട്ടവർ സമയത്തിനെത്തിയില്ല, നമ്മളെ കണ്ടില്ലെങ്കിലൊക്കെ നമ്മൾ ഇങ്ങനെ പരിഭവം പറയും. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയൂ. യഹാങ്ക ഖബർ സുനാദോ, വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഖബർ വാർത്ത, ഇവിടുത്തെ ന്യൂസ് എന്തൊക്കെയാണെന്ന് ചോദിക്കില്ലേ, ഇവിടുത്തെ വിശേഷങ്ങൾ എന്താ, ഇവിടുത്തെ ന്യൂസ് എന്താ, അതിനാണ് ഖബർ എന്ന് പറയുന്നത്. ഖബർ എന്ന് പറഞ്ഞാൽ വാർത്ത. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയൂ. യഹാങ്ക ഖബർ സുനാദോ മീൻസ് കഴിഞ്ഞ മഴക്കാലത്ത് കഴിഞ്ഞു പോയതായിരിക്കില്ലേ, അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും അതൊക്കെ വർണ്ണിക്കാനാ പറയുന്നത്. ഇവിടെ ചൂട് കൂടുതലായിരുന്നു. അപ്പൊ ആദ്യത്തെ ബുദ്ധിമുട്ട് തന്നെ എന്താ, മഴയില്ലാത്തപ്പോൾ ഉള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ചൂട്. ഇവിടെ ചൂട് കൂടുതലായിരുന്നു. യഹാ ഗർമി ഭോ ജാദാത്ത, ഗർമി എന്ന് പറഞ്ഞാൽ ചൂട്, ബഹോ ജാദ വളരെ കൂടുതലായിരുന്നു. യഹാ ഇവിടെ ചൂട് വളരെ കൂടുതലായിരുന്നു. യഹാ ഗർമി ഭോ ജാദാത്ത. അപ്പൊ ഏറ്റവും ആദ്യത്തെ വിശേഷം തന്നെ പരിഭവമാണ്. അപ്പം മഴയില്ലാത്ത സമയത്ത് ചൂട് വളരെ കൂടുതലായിരുന്നു എന്നാണ് പേട് വൃക്ഷം പറയുന്നത്. യഹാ ഗർമി ബഹോ ജാദാത്ത, ഇവിടെ ചൂട് കൂടുതലായിരുന്നു. എന്റെ ഇലകളെല്ലാം വാടി ഉണങ്ങി. മേരെ പത്തേ സബ് മുർജാക്കർ സൂക്യ, എന്റെ ഇലകളെല്ലാം എന്ന് പറയുന്നത് മേരെ പത്തേ സബ്, പത്തേ എന്ന് പറഞ്ഞാൽ പത്ത എന്ന് പറഞ്ഞാൽ പത്തേ എന്ന് പറഞ്ഞാൽ ഇലകൾ, പത്തായുടെ ബഹുവചനമാണ് പത്തേ. സബ് എല്ലാം, മുർജാക്കർ വാടി, സൂഗ്യ വാടി ഉണങ്ങി, മുർജാക്കർ എന്ന് പറഞ്ഞാൽ വാടിയിട്ട്, അവരോരോന്നായി ഉണങ്ങി വീണു. ഏക് ഏക് കർക്കെ സൂക്കർ ഗിർഗ, ഓരോന്നായി എന്നുള്ളതിന്റെ വീടാണ് ഏക് ഏക് കർക്കെ, ഓരോന്നായി സൂക്ക് ഖർ എന്ന് പറഞ്ഞാൽ ഉണങ്ങി, ഗിർഗ വീണു. ഉണങ്ങിയാല് എല്ലാ സസ്യത്തെ പിടിച്ചു നിൽക്കാൻ പറ്റില്ലല്ലോ, അപ്പൊ അതിങ്ങനെ താഴോട്ട് വീഴും. ഏക് ഏക് കർക്കെ സൂക്കർ ഗിർഗ മാത്രം, അത് ഓരോന്നായി ഉണങ്ങി താഴോട്ട് വീണു. എൻ്റെ ഉത്തമ സുഹൃത്തായ വേര് മാത്രം എന്നെ വീഴാതെ പിടിച്ചു നിർത്തി. മേര കരീബി ദോസ്ത് ജഡ് മുझे गिरने से बचाया. മേര കരീബി ദോസ്ത്, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. കരീബി ദോസ്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ട്, ബെസ്റ്റ് ഫ്രണ്ട് നമ്മൾ പറയില്ലേ, അതിനാണ് കരീബി ദോസ്ത് എന്ന് പറയുന്നത്. ജഡ്, കരീബി ദോസ്തിന്റെ പേരാണ് ജഡ്. ജഡ് എന്ന് പറഞ്ഞാൽ വേര്. മുझे गिरने से बचाया, എന്നെ വീഴാതിരിക്കാൻ, അതിൽ നിന്നും എന്നെ രക്ഷിച്ചു. അല്ലെങ്കിൽ ഈ ജഡ് പോലും ഇല്ലെങ്കിൽ ഞാൻ വീണു പോകുകയായിരുന്നു. ജഡ് എന്ന് പറഞ്ഞ ഈ ദോസ്തന്റെ കൂടെ അല്ലെങ്കിൽ ഞാൻ വീണു പോകുകയായിരുന്നു. മേരാ കരീബി ദോസ്ത് ജഡ് മുझे गिरने से बचाया. അപ്പോൾ നീ ഒരുപാട് സഹിച്ചു അല്ലേ. തബ് തോ തും ബഹുത് കുച്ച് സഹൻ ലിയാ ഹൈ നാ. തബ് എന്ന് പറഞ്ഞാൽ അപ്പോൾ, തും തോ നീ അങ്ങ്, ബഹുത് കുച്ച് സഹൻ ലിയാ വളരെയധികം കഷ്ടപ്പെട്ടു അല്ലേ, വളരെയധികം സഹിച്ചു അല്ലേ. ഹേന അല്ലേ, ഹേന എന്ന് ചോദിക്കുന്ന അല്ലേ എന്നുള്ളതിനാണ്. തബ് തും ബഹുത് കുച്ച് സഹൻ ലിയാ നാ, അപ്പൊ നീ ഒരുപാട് സഹിച്ചില്ലേ, ഞാനില്ലാതെ നിനക്ക് ഇത്രയൊക്കെ അനുഭവിക്കേണ്ടി വന്നു അല്ലേ. അപ്പം അതിന്റെ കൺസേൺ കാണിക്കുകയാണ്, സമാധാനിപ്പിക്കുന്ന പോലെ, ഞാനില്ലാതെ ഒരുപാട് സഹിച്ചു അല്ലേ.
ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് നാളെ കാണാം. ഇസ്ക ബാക്കി ഭാഗം ഹം കൽ ദേഖേംഗെ. സെക്കൻഡ് പാർട്ട് ഞാൻ നാളെ ഇടാം കേട്ടോ ഈ വീഡിയോയിൽ. ഇഷ്ടമായെങ്കിൽ കമന്റിൽ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.